വെറുതെ ഒരു പ്രൊഫഷന് വേണ്ടി ആഗ്രഹിച്ചു പഠിച്ചാൽ ആ തൊഴിൽ നേടുവാൻ കഴിഞ്ഞെന്ന് വരില്ല. വിപണിയിൽ ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഫഷനുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞ് അതിനുവേണ്ടി പഠിച്ചാൽ ഒരു പ്രൊഫഷണൽ ജോലി തന്നെ നേടുവാനുള്ള സാധ്യത വർദ്ധിക്കും. അടുത്ത വർഷങ്ങളിൽ ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള ജോലികളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. മികച്ച ഭാവിയുള്ള കരിയർ തിരഞ്ഞെടുക്കേണ്ടതും മാറ്റങ്ങൾ അനുസരിച്ച് വഴങ്ങേണ്ടതും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ലോകത്തിൽ അത്യാവശ്യമാണ്. പല മേഖലകളിൽ ഏറ്റവും ഡിമാൻഡുള്ള പല തൊഴിലുകളിലൂടെ ഇനി മുന്നോട്ട് പോകാം. ഒന്നാമത് ടെക് ഇൻഡസ്ട്രി നോക്കാം. ഏറ്റവും ബൂമിംഗ് ഉള്ള മേഖലയാണ് ടെക്. ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈ മേഖലയിൽ ലഭ്യമാണ്. പ്രധാനമായി 5 തൊഴിലുകൾക്ക് സാധ്യത പറയാനുണ്ട്. ഒന്നാമത്തേത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയർ. AI സിസ്റ്റത്തിന്റെ മോഡലുകൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന മേഖലയാണിത്. 12 ലക്ഷം രൂപ വരെ ആവറേജ് ആനുവൽ സാലറി ഉണ്ട്. രണ്ടാമത്തേത് മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്. മോഡലുകൾ ഡിസൈൻ ചെയ്യുകയും മെഷീൻ ലേണിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഈ മേഖലയിൽ 10 ലക്ഷം ആവറേജ് ആനുവൽ സാലറി ഉണ്ട്. മൂന്നാമത്തേത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റ്. ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും സുരക്ഷ ഉറപ്പിക്കുകയും ക്ലൗഡ് റിസോഴ്സസ് ഒപ്റ്റിമൈസ് നടത്തുകയും ചെയ്യുന്ന മേഖലയാണിത്. 26 ലക്ഷം ആവറേജ് ആനുവൽ സാലറി ഉണ്ട്. നാലാമത്തേത് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ. സൈബർ ത്രെറ്റിൽ നിന്ന് കമ്പ്യൂട്ടർ സിസ്റ്റത്തെയും നെറ്റ്വർക്കിനെയും സംരക്ഷിക്കുന്ന മേഖലയാണിത്. 10 ലക്ഷം ആവറേജ് ആനുവൽ സാലറി ഉണ്ട്. രണ്ടാമതായി ആരോഗ്യ മേഖലയിലെ തൊഴിലുകൾ നോക്കാം. ഈ മേഖലയിൽ എപ്പോഴും പ്രൊഫഷണലുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. ഡോക്ടേഴ്സ്, നേഴ്സ് ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് 5 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആവറേജ് ആനുവൽ സാലറി ഉണ്ട്. ആരോഗ്യ മേഖലയിൽ തന്നെ തൊഴിൽ സാധ്യതയുള്ള ഒന്നാണ് ഹെൽത്ത് കെയർ IT പ്രൊഫഷണൽസ്. ആരോഗ്യ മേഖലയിലെ ടെലിമെഡിസിൻ, ഈ ഹെൽത്ത് റെക്കോർഡ്സ് ഉൾപ്പെടെയുള്ളവ സാങ്കേതിക വിദ്യയുമായി ചേർത്ത് സൊല്യൂഷൻ നൽകുന്ന തൊഴിൽ മേഖലയാണിത്. മൂന്നാമത്തെ സെക്ഷൻ ഡാറ്റ സയൻസും അനലിറ്റിക്സ് ജോബും ഉൾപ്പെടുന്നതാണ്. എല്ലാ വ്യവസായങ്ങളുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണിത്. അതിനുള്ളിൽ തന്നെയുള്ള പല ഭാഗങ്ങൾ നോക്കാം. ഒന്ന്, ഡാറ്റ സയന്റിസ്റ്റ്. ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്നതിനായി കോംപ്ലക്സ് ഡാറ്റകൾ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് നൽകുന്നതാണ് ഡാറ്റ സയന്റിസ്റ്റിന്റെ ജോലി. 6 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആനുവൽ സാലറി ഉണ്ടാകും. രണ്ടാമത്തേത് ഡാറ്റ അനലിസ്റ്റ്. ബിസിനസ് ട്രെൻഡുകളും പാറ്റേണുകളും മനസ്സിലാക്കി ഡാറ്റ വിഷ്വലൈസേഷൻ തയ്യാറാക്കുന്നതാണ് ജോലി. മൂന്നാമത്തേത് ഡാറ്റ എഞ്ചിനീയർ. ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറും പൈപ്പ് ലൈൻസും ഡിസൈൻ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാണ് ജോലി. നാലാമത്തെ സെക്ഷനായി പറയുന്നത് ഉയർന്നു വരുന്ന മറ്റ് തൊഴിൽ സാധ്യതകളെ കുറിച്ചാണ്. ഒന്നാമത്തേത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തയ്യാറാക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നതാണ് ജോലി. 4 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ മാസ വരുമാനം ഉണ്ടാകും. രണ്ടാമത്തേത് സസ്റ്റൈനബിലിറ്റി ആൻഡ് റിന്യൂവബിൾ എനർജി പ്രൊഫഷണൽസ്. പരിസ്ഥിതി നശീകരണ തോത് കുറഞ്ഞ റിന്യൂവബിൾ എനർജി കണ്ടെത്തുന്ന മേഖലയാണിത്. മൂന്നാമത്തേത് UX ഡിസൈനർ. ഡിജിറ്റൽ മാർക്കറ്റിനായുള്ള പ്രൊഡക്ട്സിന് ഉപഭോക്തൃ കേന്ദ്രീകൃത ഡിസൈൻ നൽകുന്ന ഒരു മേഖലയാണിത്. 4, പ്രോജക്ട് മാനേജർ. ഒരു പ്രോജക്ട് എടുക്കുന്നത് മുതൽ പൂർത്തീകരിക്കുന്നത് വരെ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നതിലും നേതൃത്വം നൽകുന്ന പ്രൊഫഷനാണിത്. നാലാമത്തേത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. വെബ് ആപ്ലിക്കേഷൻസ് എൻഡ് ടു എൻഡ് വികസിപ്പിക്കുകയും മെയിൻറ്റെയിൻ ചെയ്ത് നൽകുന്ന പ്രൊഫഷനാണിത്. പ്രൊഫഷണൽ ജോബ്സിൽ ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള ജോലികളിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതൊക്കെ. ടെക്, ഹെൽത്ത് കെയർ, ഡാറ്റ സയൻസ് പോലെയുള്ള ഫീൽഡുകളിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇവയിൽ നിന്ന് തന്നെ ഒന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഡിഗ്രി എടുത്താൽ ജോലി കിട്ടുന്ന കാലമൊക്കെ ചരിത്രം മാത്രമായി. ഉന്നത വിദ്യാഭ്യാസത്തിന് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി കോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ പ്രൊഫഷണൽ ജോലികളിൽ എത്തിപ്പെടുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ പരിചയത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ അയച്ചു നൽകിയാൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചേക്കും.